Hello friends, എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കണിൽ അമർത്തുക. ഇന്ത്യയിൽ ഒരുപാട് ടെലികോം കമ്പനികൾ ഉണ്ടായിരുന്നു. എയർടെൽ, ഐഡിയ, എയർസെൽ, BSNL അങ്ങനെ ഒട്ടേറെ കമ്പനികളുണ്ട്. അതിനിടയിലേക്കാണ് റിലയൻസ് ജിയോ എന്ന് പറയുന്ന ടെലികോം കമ്പനിയുടെ കടന്നുവരവ്. റിലയൻസ് ജിയോയുടെ വരവോടുകൂടി ഇന്ത്യയിലെ ടെലികോം രംഗത്ത് വിപ്ലവകരമായ മാറ്റമാണ് ഉണ്ടായത്. ആവശ്യത്തിനും അനാവശ്യത്തിനും ഉപഭോക്താക്കളിൽ നിന്നും പണം ഈടാക്കിയിരുന്ന ടെലികോം കമ്പനികൾ ഇപ്പോൾ അവരുടെ ചുവടൊന്ന് മാറ്റിപ്പിടിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, എയർടെലിന്റെ അഡ്വർടൈസ്മെന്റുകൾ കണ്ടാൽ അറിയാം, ഇന്ത്യയിലെ ഏറ്റവും നല്ല സ്പീഡ് ഉള്ള 4G നൽകുന്നത് എയർടെൽ ആണെന്നാണ് എയർടെലിന്റെ അവകാശവാദം. എന്നാൽ കഴിഞ്ഞ ദിവസം ട്രായ് പുറത്തുവിട്ട റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ഏറ്റവും നല്ല നെറ്റ്വർക്ക് പ്രൊവൈഡർ ജിയോ ആണ്. നിങ്ങൾക്ക് സ്ക്രീനിൽ ഒരു ഗ്രാഫ് കാണാൻ സാധിക്കും. ഇതിൽ എയർസെൽ, എയർടെൽ, BSNL, ഐഡിയ, ജിയോ, റിലയൻസ്, ടാറ്റ ഡോകോമോ, വോഡാഫോൺ തുടങ്ങിയ എല്ലാ കമ്പനികളുടെയും നെറ്റ്വർക്ക് സ്പീഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ജിയോയുടെ സ്പീഡാണ് ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത്. 17.427 MB/s ആണ്. അതിന് താഴെയാണ് മറ്റെല്ലാ കമ്പനികളും. എനിക്ക് തോന്നുന്നു 10 MB മേളിലോട്ട് ഒരു കമ്പനികളും, അതായത് എയർടെൽ, ഐഡിയ, എയർസെൽ, BSNL ഒരു കമ്പനികൾക്കും 10 MB മേപ്പോട്ട് സ്പീഡ് ലഭിക്കുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും ടോപ്പ് 3 ഓപ്പറേറ്റേഴ്സ്. ഇതിൽ ജിയോ, ഐഡിയ, എയർടെൽ 3 കമ്പനികളാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. ഇതിൽ എയർടെലിൽ 7.8 MB/s ആണ് ഇതിന്റെ സ്പീഡ്. അതേപോലെ തന്നെ ഐഡിയക്ക് 8 ആണ് സ്പീഡ്. എന്നാൽ ജിയോയുടെ സ്പീഡ് നിങ്ങൾ നോക്കുക, 15.04 ആണ് റിലയൻസ് ജിയോയുടെ ഡൗൺലോഡിംഗ് സ്പീഡ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, എല്ലാ കമ്പനികളുടെയും ആവറേജ് സ്പീഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ മുമ്പിൽ നിൽക്കുന്നത് ജിയോ തന്നെയാണ്, അതിനുശേഷം ഐഡിയ ആണ്, അതിനുശേഷമാണ് എയർടെൽ വന്നിരിക്കുന്നത്. അപ്പോൾ എയർടെൽ ഈ കൊടുക്കുന്ന അഡ്വർടൈസ്മെന്റുകൾ ഒന്നും തന്നെ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എയർടെൽ പറയുന്നത് ഇന്ത്യയിൽ ഏറ്റവും നല്ല നെറ്റ്വർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, സ്പീഡുള്ള 4G നെറ്റ്വർക്ക് നൽകുന്നത് എയർടെൽ ആണെന്നാണ്. എന്നാൽ ട്രായുടെ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാവും, ഏറ്റവും മുമ്പിൽ ജിയോ ആണ്, അതിനുശേഷം ഐഡിയ, അതിനും ശേഷമാണ് എയർടെൽ വന്നിരിക്കുന്നത്. അപ്പോൾ എയർടെലിന്റെ ഈ അഡ്വർടൈസ്മെന്റുകളൊക്കെ തന്നെ ഒരു പറ്റിക്കലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. myspeed.try.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റ് നിങ്ങൾ സന്ദർശിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് ഓരോ ഓപ്പറേറ്റർ സെലക്ട് ചെയ്തതിനു ശേഷം ഓരോ നെറ്റ്വർക്കിന്റെ സ്പീഡും അതിനോട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഇവിടെ ഒന്ന് മനസ്സിലാക്കാം. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇവിടെ ഏത് സ്റ്റേറ്റിൽ നിന്നാണ് നിങ്ങൾ സെർച്ച് ചെയ്യുന്നത്, ഏത് സ്റ്റേറ്റിലെ നെറ്റ്വർക്ക് സ്പീഡാണ് നിങ്ങൾക്ക് അറിയേണ്ടതെന്ന് ഇവിടെ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഓരോ സ്റ്റേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് ഓരോ സ്റ്റേറ്റിന്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. നോക്കുക, ഇതുപോലെ നിങ്ങൾക്ക് ഓരോ സ്റ്റേറ്റ് ഇവിടെ ഒന്നും സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് നോക്കാൻ സാധിക്കും. നിങ്ങളുടെ സ്ഥലത്ത് ഏത് നെറ്റ്വർക്കാണ് ഏറ്റവും നല്ല സ്പീഡ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ഇവിടെ ഒന്ന് മനസ്സിലാക്കാം. ഡൽഹിയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 13.5 MB/s ആണ്. അതിനുശേഷം എയർടെലാണ് വന്നിരിക്കുന്നത്, അതിനുശേഷം വോഡാഫോൺ ആണ്. അപ്പോൾ ഓവറോൾ ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ ട്രായുടെ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജിയോ തന്നെയാണ് നമ്പർ 1. സ്പീഡിന്റെ കാര്യത്തിലും അപ്പോൾ ജിയോ തന്നെയാണ് മുമ്പിൽ, ഓഫറുകളുടെ കാര്യത്തിലും ജിയോ തന്നെയാണ് മുമ്പിൽ, ഡേറ്റ ഫ്രീ കൊടുക്കുന്ന കാര്യത്തിലും ജിയോ തന്നെയാണ് മുമ്പിൽ. അപ്പോൾ ഇനി നമുക്ക് കണ്ടറിയേണ്ടത് ഇന്ത്യയിലുള്ള ബാക്കി നെറ്റ്വർക്ക് പ്രൊവൈഡേഴ്സ് ജിയോയെ പ്രതിരോധിക്കാനായിട്ട് എന്ത് ചെയ്യുമെന്നാണ്. അതിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. വരുന്ന സമയങ്ങളിൽ നമ്മളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. ഇന്ത്യയിലുള്ള കസ്റ്റമേഴ്സ് ജിയോയുടെ കൂടെ നിൽക്കുമോ, അതോ മുമ്പ് മുതൽ ഉപയോഗിച്ചു വന്നിരുന്ന എയർടെൽ, വോഡാഫോൺ, BSNL തുടങ്ങിയ കമ്പനികളുടെ കൂടെ നിൽക്കുമോ, അത് നമുക്ക് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. അതിന് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കമന്റുകളായിട്ട് അറിയിക്കാൻ സാധിക്കും. നിങ്ങൾ ജിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. അതല്ല, നിങ്ങൾ എയർടെൽ, വോഡാഫോൺ, ഐഡിയ, BSNL തുടങ്ങിയ നെറ്റ്വർക്കാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ കമന്റ് ചെയ്യുന്നതിലൂടെ മറ്റു സുഹൃത്തുക്കൾക്കും ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാനും മറ്റുള്ളവരുമായിട്ട് കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുമായിട്ട് സാധിക്കും. ഞാൻ ഇടുന്ന വീഡിയോകളുടെ കമന്റ്സ് ഒക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അതിൽ ഒരുപാട് സുഹൃത്തുക്കൾ കമന്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പല സുഹൃത്തുക്കളും അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. ഞാൻ അതൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. ഇതൊക്കെ നല്ല കാര്യമാണ്. അപ്പോൾ നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ വീഡിയോയുടെ താഴെ കമന്റുകളായി രേഖപ്പെടുത്തുക. എല്ലാ കമന്റുകളും ഞാൻ വായിച്ചു നോക്കി എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എല്ലാ കമന്റുകളുടെയും റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യണം. അതിനോടൊപ്പം തന്നെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.